ഫുൾ ഓം ശാന്തി. ലാഘവത്വം, ഇതിന്റെ പര്യായം വ്യാകരണം, സ്ഥൂലാർത്ഥം, സൂക്ഷ്മാർത്ഥം, കുറേ കാര്യങ്ങൾ പറയണ്ടാവും. അതൊന്നും പറഞ്ഞാൽ തീരൂല. അപ്പൊ ലാഘവത്വം എന്ന് പറഞ്ഞാല് ലഘുവായിട്ട് ചില കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നൊരു ചെറിയ അർത്ഥം മനസ്സിലായിക്കോളും. ഇത് 36 ദിവ്യ ഗുണങ്ങളിലുള്ളൊരു ഗുണമാണ്. ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ പലർക്കും മനസ്സിലായില്ല. അതൊരു സ്റ്റെപ്പ്. എന്നെ തീരെ പിടിക്കാത്ത വേറൊരു ടീം, അതിപ്പോ ബ്രഹ്മകുമാരീസിലൊന്നല്ല ട്ടാ, നമ്മളെ ഫാമിലിയില് പിന്നെ അതേപോലെ നാട്ടില് ഒക്കെ എന്നെ പിടിക്കാത്ത കുറെ ടീമുണ്ടാവും. ഇന്ന് ഇതേപോലെ തന്നെ എന്നെ പിടിക്കുന്ന ടീമുണ്ട്. ഇതേപോലെ ഈ കാണുന്ന വ്യക്തികൾക്കൊക്കെ ഇതേപോലത്തെ ഒരു അനുഭവം ഉണ്ടാവും. അവര് ജീവിതം മുന്നോട്ട് പോകണല്ലോ. മരണം ഉണ്ടല്ലോ, എന്തായാലും എനിക്കും എല്ലാവർക്കും മരണമുണ്ട്. ശരീരത്തിന്റെ മരണം സംഭവിക്കുന്നുണ്ട്. അപ്പോ അതുവരെ നമ്മൾ മരണം തന്നെ അമരത്വത്തിന്റെ വേറൊരു വേർഷൻ ഉണ്ട് കേട്ടോ. അതെല്ലാവർക്കും ഇല്ല, കുറച്ചു പേർക്ക് അമരത്വത്തിന്റെ വേർഷനുള്ളൂ. ആ കാര്യം അവിടെ വിടുക. മരണം എന്ന് പറഞ്ഞ സംഭവം ഉള്ളവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലാഘവത്വത്തോടു കൂടി മുന്നോട്ട് പോകണമെങ്കിൽ ലഘുവായിട്ട് ജീവിക്കാൻ വേണം. എല്ലാവരെയും സന്തോഷിപ്പിച്ച് പോലൊന്നും നടക്കണ കേസല്ല. സന്തോഷിക്കാനായി താല്പര്യമുള്ളവരെ അവരെ നമ്മള് എന്താ പറയാ, ഒന്ന് കയ്യിലെടുത്ത് മുന്നോട്ട് പോകും. എന്നെ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറായിട്ടുള്ള വ്യക്തികളുണ്ടാവും. ഒരാളാവാം, ചിലപ്പോൾ ഒരു 100 പേരാവും. അപ്പോഴും കോടിയിൽ നിന്ന് എത്രയോ പേരെ ഉണ്ടാവുള്ളൂ, കുറച്ച് പേര്. അവരുടെ ഇടയിൽ ഞാൻ ക്ലിയറായി കാണിച്ചു കൊടുക്കണം. ക്ലിയർ എന്ന് പറഞ്ഞാൽ ഒക്കെ ക്ലിയർ എന്നല്ല കേട്ടോ. ഇപ്പോൾ ഒരു കാര്യം തന്നെ പറയും, ഒരു വ്യക്തിന്റെ ഏറ്റവും നമ്പർ 1 സ്വഭാവം നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ അവളുടെ ഏറ്റവും കുതിര സ്വഭാവം അറിയണമെങ്കിൽ വീട്ടിൽ ചെന്നാൽ മതി, വൈഫ് പറഞ്ഞാൽ. അതായത് ആ വൈഫിനെ സംബന്ധിച്ച് ആളുടെ ഏറ്റവും മോശമായ സ്വഭാവം പറഞ്ഞത്, അത് വൈഫ് കറക്റ്റ് ആയിട്ടാണോ? അല്ല. വൈഫ് കറക്റ്റ് ആണെങ്കിൽ അവർക്ക് ഈ വ്യക്തിന്റെ എന്തെങ്കിലും മോശം കാണാൻ പറ്റും. അപ്പൊ ലാഘവത്വം എന്ന് പറഞ്ഞാൽ അതൊരു ഗുണമാണ്. ലഘുവായി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്ത് അവതരിപ്പിച്ചു? ഞാനൊന്നും അവതരിപ്പിച്ചിട്ടുമില്ല. ഞാൻ അവിടെ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്? ഞാൻ എൻ്റെതായ കുറേ കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറേ പ്രാക്ടിക്കലായിട്ടുള്ള സംഭവങ്ങൾ ജ്ഞാനമാർഗത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നെ എന്തെങ്കിലും മനസ്സിലായിട്ടില്ല, ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. കുറേശ്ശെ കേട്ട് വരുമ്പോഴേ ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടുള്ളൂ. ജ്ഞാനവും അജ്ഞാനവും എല്ലാം ചേർന്ന്, അതായത് രാമരാവണ യുദ്ധം, ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന രാമരാവണ യുദ്ധം, ഭഗവത്ഗീത, അയ്യപ്പൻ വിളക്ക്, അതുപോലെ ഇനിയിപ്പോൾ വരുന്ന ഉത്സവങ്ങൾ, സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, 4 യുഗങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ തന്നെ മനസ്സിലാവുള്ളൂ. കാരണം കുറച്ച് സമയം എടുക്കും. വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ കുറച്ച് സമയം എടുക്കും. നേരിട്ട് വന്നാൽ 1 മണിക്കൂർ കൊണ്ട്, ഒരു 10 മിനിറ്റ് കൊണ്ട് പറയാവുന്ന കേസുകൾ കേറൂല, ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇത്തിരിയൊക്കെ പ്രയാസങ്ങളുണ്ടായിട്ട് ഇതൊക്കെ ഉൾക്കൊണ്ട് ഇതിൻ്റെ ഒരു ലെവലിൽ ഇങ്ങനെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങളുടെ പ്രയത്നമാണ്. അപ്പൊ അതേമാതിരി പ്രയത്നം ആവശ്യമുണ്ട്. പ്രയത്നിക്കാതെ ഒരു സാധനം കിട്ടൂല. ദൈവത്തിന് വളരെ സിമ്പിളല്ലേ ഈ ലോകം മാറ്റാൻ? ചെയ്യൂല. ഓരോരോ വ്യക്തികളുടെ ഇഷ്ടം അനിഷ്ടം നോക്കിയിട്ടല്ല ദൈവം ലോകം സൃഷ്ടിക്കുന്നത്. കുറച്ച് ആൾക്കാർ, പക്ഷെ ആ കുറച്ച് ആൾക്കാർ തയ്യാറാവണം.
അത് ആര് എന്നുള്ളത് വഴിയെ വഴിയെ മനസ്സിലാവും. ട്രിപ്പിൾ ഓം ശാന്തി.